ഇപ്പോൾ അതേ കിഴി പൊറോട്ടയ്ക്കുള്ള ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇലയും വാട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇല വെച്ച് കൊടുത്തു. പൊട്ടാതിരിക്കാൻ വേണ്ടി ഒരു പീസും കൂടി സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. അതിനുശേഷം ബീഫ് കുറച്ച് മുകളിൽ വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സബോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 മുളക് വയ്ക്കാം. പിന്നെ തക്കാളി, 2 പീസ് തക്കാളി. നമുക്കിപ്പോൾ ക്യാരറ്റൊക്കെ വേണമെങ്കിൽ മുറിച്ച് ഇഷ്ടമുള്ളവർക്ക് അതും വെക്കാം. മല്ലിയില, ക്യാരറ്റ് അതൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു പൊറോട്ടയും കൂടി ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ ബീഫും കൊത്തിയരിഞ്ഞ സബോളയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു പൊറോട്ടയും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ വീണ്ടും എല്ലാം വെച്ച് കൊടുക്കാം. ഇനി ഇത് 3 ലെയറും ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് കിഴി കെട്ടാം. ഇനി ഈ വാഴയുടെ വള്ളി കൊണ്ട് തന്നെ നമുക്ക് ചുറ്റി നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് കിഴി കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാം. ഇത് ഇനി പഴയൊരു ദോശക്കല്ലാണ്. ഇത് നല്ല കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് വേണം ചുട്ടെടുക്കാൻ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് നോക്കാം. ഇത് കണ്ട, ഇതുപോലെ നന്നായി മൊരിഞ്ഞ് വരണം കിഴി. നമ്മുടെ കിഴി പൊറോട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുമാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.